എനിക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ചധികം മെസ്സേജ് വന്നൊരു വീന കുർത്തിയുടെ ഫുൾ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ബാക്ക് പീസ് നോർമൽ ചുരിദാർ കട്ടിങ്ങിലാണ്, സോ അതിവിടെ കാണിക്കുന്നില്ല. ബാക്ക് പീസിന്റെ മെഷർമെന്റ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാട്ടോ. പിന്നെ മീഡിയം സൈസിലുള്ള മെഷർമെന്റിലാണ് ചുരിദാറിന്റെ കട്ടിങ്. ഫ്രണ്ട് പീസ് രണ്ടാക്കി മടക്കി ഇങ്ങനെ 2.5 ഇഞ്ച് വിട്ടില് മാർക്ക് ചെയ്തെടുക്കണം. ഇത് പ്ലീറ്റ്സിന് വേണ്ടിയിട്ടാണ്. താഴെ വരെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആക്കിയിട്ട് വരച്ചു കൊടുക്കുക. ഫ്രണ്ടും ബാക്കും തമ്മിൽ ഈ ഡിഫറൻസ് ആണ് ഉള്ളത്. നേരത്തെ കട്ട് ചെയ്ത ബാക്ക് പീസ് അനുസരിച്ച് ഇനി ബാക്കി വരച്ചെടുക്കാം. ബാക്കിൽ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടില്ല, ജസ്റ്റ് അടയാളപ്പെടുത്തി എടുത്തിട്ടേ ഉള്ളൂ. ഇതുപോലെ 2.5 ഇഞ്ച് വിട്ട് ബാക്ക് പീസ് കറക്റ്റ് ആയിട്ട് അവിടെ വെച്ച് വരച്ചെടുക്കാം. ആം ഹോളും ബാക്കി സൈഡുകളെല്ലാം അടയാളപ്പെടുത്താം. ഈ ലേസ് വെച്ചിട്ടുള്ള വീനക്കാണ് ഉദ്ദേശിക്കുന്നത്. നെക്കിന്റെ ടോട്ടൽ ഇറക്കം 9 ഇഞ്ചാണ് കൊടുക്കുന്നത്. ലാസ്റ്റ് ഒരു പീസ് കൂടെ നെക്കിന്റെ അവിടെ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ഇറക്കത്തിൽ എടുക്കുന്നത്. വിഡ്ത്ത് എന്ന് പറയുന്നത് ബാക്ക് പീസിന്റെ സെയിം വിഡ്ത്താണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. മാർക്ക് ചെയ്തതിന് ശേഷം ഇനി വി ഷേപ്പിൽ വരച്ചെടുക്കാം. നോർമൽ വീനക്ക് അല്ലാതെ ഇങ്ങനെ പ്ലേറ്റ്സ് ഒക്കെ കൊടുത്ത് വീനക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കുർത്തിക്ക് വേറൊരു ഭംഗിയായിരിക്കും. ലൈനിങ് ഞാൻ പ്ലേറ്റ്സ് ഇട്ട് കഴിഞ്ഞാണ് അറ്റാച്ച് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാനാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. ഇനി കറക്റ്റ് ആയിട്ട് എല്ലാ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇത് സ്ലിറ്റഡ് ചുരിദാർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. സ്ലിറ്റ് ഇല്ലാതെ എ ലൈൻ ആയിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇവിടെ മെറ്റീരിയൽ കുറച്ച് ഇറക്കം കുറവായതുകൊണ്ടാണ് സ്ലിറ്റഡ് ചെയ്യുന്നത്. ഇനി ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാം. പ്ലീറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ അവിടെ ടോട്ടൽ ലെങ്ത് 2 ഇഞ്ചാണ് വരേണ്ടത്. ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തതിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൊടുക്കണം. എന്നിട്ട് താഴെ വരെ അയൺ ചെയ്തെടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ലൈനിങ് പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ട് വെക്കാന്ന്. ഇനി ലൈനിങ് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് നോർമൽ ആയിട്ട് നെക്ക് തയ്ച്ചെടുക്കുന്ന പോലെ മറിച്ചിട്ട് മെറ്റീരിയലിനോട് കൂടി അറ്റാച്ച് ചെയ്തെടുക്കാം. ഈ ടൈപ്പ് വീനക്കിന് കുറച്ചുകൂടെ നല്ലത് ലൈനിങ് വെക്കേണ്ടാത്ത മെറ്റീരിയൽ ആണ്. അതാവുമ്പോ പണിയും കുറച്ച് കുറഞ്ഞു കിട്ടും. നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ലേസും ചെറിയൊരു പീസ് അവിടെ അറ്റാച്ച് ചെയ്യണം പറഞ്ഞില്ലേന്നു, അതും കൂടെ വെച്ചു കൊടുക്കാം. ആ ചെറിയ പീസ് ഒന്ന് മടക്കിയിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. പിന്നെ ലേസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.25 ഇഞ്ചാണ് ഉള്ളത്. ഇനിയിപ്പൊ നമുക്ക് വേണ്ട ഇറക്കത്തിൽ ആ പീസ് അറ്റാച്ച് ചെയ്യാം. 7 ഇഞ്ച് 2 സൈഡിലും മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന്റെ വീഡിയോ ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ ഇൻസ്റ്റയില് റീലായിട്ട് ഇട്ടപ്പോ കുറെ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്ന്. അപ്പൊ പിന്നെ വോയിസും കൂടെ റെക്കോർഡ് ചെയ്ത് ഇടാന്ന് വെച്ച്. പക്ഷെ വോയിസ് ഓവർ കൊടുത്തപ്പോ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ.